അപ്പം ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വാട്ടർ കളറിൽ ബ്ലെൻഡിങ്ങിനെ പറ്റിയുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചർ എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് അറിയാം. ഓക്കെ, ഈ ഒരു പിക്ചർ വളരെ സിമ്പിളായിട്ടുള്ള പിക്ചറാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് ഉപയോഗിക്കേണ്ടത് 3H പെൻസിലാണ് നമ്മൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 3H അല്ല 2H ലൈറ്റായിട്ടുള്ള പെൻസിലും. HB ഒന്നും വേണ്ട, അപ്പോൾ ലൈറ്റായിട്ട് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഈ ഒരു കട്ടർ എടുക്കുക. ഓക്കെ, ഈ കട്ടർ എടുത്തതിന് ശേഷം ഇത് കുറേ കൂടെ നല്ലതായിരിക്കും, കാരണം നമുക്ക് കുറച്ച് നീളത്തിന് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നല്ല നീളത്തിന് കട്ട് ചെയ്തിട്ട് നമുക്ക് വരയ്ക്കാം. അപ്പോൾ ആദ്യമേ വളരെ ലൈറ്റായിട്ടായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നോക്കിക്കൊള്ളാം, ഞാൻ വളരെ ലൈറ്റായിട്ട് അതിൻ്റെ സ്കെച്ച് ഇടുകയാണ്. അപ്പോൾ ഈ ഒരു പിക്ചറാണ് നമ്മൾ സ്കെച്ച് ഇടുന്നത്. അപ്പോൾ അതിനകത്ത് ഇതുപോലെ വയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ, വേറെ ഒന്നുമില്ല, അത് ലൈറ്റായിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. ഓക്കെ, നമ്മൾ സ്കെച്ച് ഏകദേശം റെഡിയാണ്. വളരെ ചെറിയൊരു ലൈൻസൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ സ്കെച്ച് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കത് പേന വെച്ച് വരയ്ക്കാം. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് വലിയ പിക്ചറാണെങ്കിൽ 0.8 ഉപയോഗിക്കാം. 8 വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. ഇപ്പോൾ ഒരു എഡ്ജ് ഇങ്ങനെ 0.8 വെച്ചിട്ട് വരയ്ക്കുന്നു. അത് ഫ്രീ ആയിട്ട് അങ്ങ് വരച്ചാൽ, അങ്ങനത്തെ ഒരു പിക്ചറാകേണ്ടത് വളരെ ഫ്രീ ആയിട്ട് അങ്ങ് വരച്ചാൽ മതി. എന്നിട്ട് ഓക്കെ, അപ്പോൾ അത് പിക്ചർ അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കത് ബാക്കി പോർഷൻസ് ഇറേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഒന്ന് ഉണങ്ങിയിട്ട് ഇറേസ് ചെയ്യണം. ചിലപ്പോൾ ഇറേസ് ചെയ്യുമ്പോഴത്തേക്ക് ഉണങ്ങിയില്ലെങ്കിൽ അത് പ്രോബ്ലം ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ വെയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇത് ഇറേസ് ചെയ്യുന്നു. ഇത് ഫുള്ള് ഇതുപോലെ ഇങ്ങനെ ഇറേസ് ചെയ്ത് മാറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പേപ്പർ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഐവറി കാർഡാണ്. ഓക്കെ, ഇനി നമുക്ക് വാട്ടർ കളറിൽ യെല്ലോ കളറ് വാഷ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിലത് കളറ് പല ടൈപ്പ് കളറുണ്ട്. ഈ വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻറ്റ് മീഡിയമാണ്. അപ്പോൾ അത് പല ടൈപ്പുണ്ട്. അപ്പോൾ ഇത് ഒരു ഫോട്ടോ കളറെന്ന് പറയും, ക്യാമറൻ്റെയാണ്. അപ്പോൾ ഇതും കുറച്ചുകൂടെ ട്രാൻസ്പെറൻറ്റ്, പക്ഷേ ഇത് തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടാണ്, അത് പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുടക്കക്കാർക്ക് ഞാൻ ഇത് കൂടുതൽ പറയാറില്ല. പക്ഷേ നല്ല രസമാണ്, നല്ല കളറുള്ള സാധനമാണ്. ഓക്കെ, മറ്റേ മനോരമയിലെ ആർട്ടിസ്റ്റ് മോഹനൊക്കെ വരയ്ക്കുന്നത് മനോരമ ആഴ്ചപ്പത്തിൽ ഈ ഒരു കളർ ഉപയോഗിച്ചാണ്. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. അത് തുടക്കക്കാർക്ക് പെട്ടെന്ന് ഉണങ്ങി പോകാനുള്ള പ്രോബ്ലം ഉണ്ട്. പിന്നെ നമ്മൾ വാങ്ങിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് ഈ ആർട്ടിസ്റ്റ് വാട്ടർ കളറാണ്. കാണുന്നുണ്ട്, ഇതിനകത്ത് എഴുതിയേക്കും ആർട്ടിസ്റ്റ് വാട്ടർ കളർ. അപ്പോൾ അതിനകത്ത് വില കൂടുതലായിരിക്കും മറ്റേ അപേക്ഷിച്ച്. സാധാരണ എല്ലാവരും വാങ്ങിക്കൊണ്ടിരുന്നത് ഏറ്റവും വില കുറഞ്ഞ കളറായിരിക്കും, സ്റ്റുഡൻസ് കളറൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് ക്വാളിറ്റി കാണത്തില്ല. അപ്പോൾ ഞാൻ ഇതിനകത്ത് ആദ്യം വേണ്ടത് ഇതിൻ്റെ ലൈറ്റ് കളർ എന്ന് പറയുന്നത്, ഇപ്പോൾ ലൈറ്റ് കളറാണല്ലോ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ലൈറ്റ് കളർ യെല്ലോ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കളർ എടുക്കാം അല്ലേ. ഓക്കെ, ഈ കളർ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, പാലറ്റ് എടുക്കുക. പാലറ്റിൽ ഞാൻ ഇങ്ങനെ കളർ എടുക്കുകയാണ്. ഓക്കെ, കളർ എടുത്ത് ബ്രഷ് എടുക്കുക. എപ്പോഴും അടുത്തൊരു തുണിയുടെ ഇതുണ്ടാവും. നമുക്ക് എപ്പോഴും ബ്രഷ് തുടയ്ക്കാനും എടുക്കാനൊരു തുണി അടുത്തുണ്ടാവണം. ഓക്കെ, ചിലപ്പോൾ തുണി ഇതിൽ കാണിക്കാൻ പറ്റത്തില്ലായിരിക്കും, ഞാൻ ഇവിടെ തുടയ്ക്കാറുണ്ട്. ഓക്കെ, ഇതെടുത്തിട്ട് എന്ത് ചെയ്യാം,
ഇത് കൂടുതൽ വെള്ളം ചേർക്കും. വാട്ടർ കളറാകുമ്പോൾ കൂടുതൽ വെള്ളം ചേർക്കണം. കാരണം കൂടുതൽ ഓക്കെ. ശകലം ഉണങ്ങിപ്പോയി, എൻ്റെ പഴയ കളറായത് ഉണങ്ങിപ്പോയതാണ്. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ വെള്ളം ചേർക്കുക നന്നായിട്ട്. ഓക്കെ. പിന്നെ നമുക്കിപ്പോഴൊരു ടെസ്റ്റിംഗ് പേപ്പറാണ്. എന്തെങ്കിലും ഒരു ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് അടുത്തൊരു ചെറിയ പേപ്പർ അങ്ങനെ വെച്ചിരിക്കണം. ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഇതുപോലെ നമുക്കൊരു പേപ്പറിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടി. എപ്പോഴാണ് ടെസ്റ്റിംഗ് പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്കിത് ഇതുപോലെ വാഷ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ. ഇത് നമുക്ക് തുടക്കത്തിലേക്ക് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് ചരിച്ച് പിടിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അതായത് ചരിച്ച് പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ബോർഡുണ്ടല്ലേ, ബോർഡിലല്ലേ നമ്മൾ പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിൻ ചെയ്തിരിക്കുന്ന സാധനം പതുക്കെ ഒന്ന് ഇങ്ങനെ ചരിക്കുക, ബോർഡൊന്ന് ഇങ്ങനെ ചരിക്കുക. അപ്പോൾ ഇത് ഒലിച്ചിങ്ങനെ ഇറങ്ങും. കണ്ട, ഒലിച്ചിറങ്ങുന്നുണ്ട, ഇതുപോലെ ഇങ്ങനെ ഒലിച്ചിറങ്ങണം. ഇങ്ങനെ ഒലിച്ചൊലിച്ചിറങ്ങണം. കണ്ട. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. പെയിൻറ്റിങ് പഠിക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. എക്സ്പീരിയൻസ് ആകുമ്പോൾ ഇതുപോലെയൊന്നുമല്ല, നമ്മൾ എല്ലാം കളറും കൂടെ വാരി കോരി കടിക്കുക. അപ്പോൾ അത് കൈ ആയതിനു ശേഷം ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൊണ്ടുവരണം. ഈ അറ്റത്തോട്ട് വരുമ്പോഴത്തേക്ക് കൂടുതൽ കളർ കാണുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ എന്താണ് നമ്മളൊരു തുണി എടുത്തിട്ട് ഒന്ന് തുടയ്ക്കുക. അല്ലെങ്കിൽ വേറെ ബ്രഷ് പിടിച്ചാലും മതി, ഉണങ്ങിയ ബ്രഷിട്ട് പിടിച്ചാൽ മതി. അല്ലെങ്കിൽ ബ്രഷ് ഒന്ന് വെള്ളത്തിലിട്ട് നമ്മൾ സാധാരണ വെള്ളമുണ്ടല്ലോ, ആ വെള്ളത്തിലിട്ട് ഒന്ന് കഴുകിയിട്ട് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഒന്ന് തുണിയിലൊന്ന് തുടയ്ക്കുക. ഓക്കെ. തുണി തുടച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മതി. വേറെ ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ വേറെ ബ്രഷ് ഇട്ട് അങ്ങ് പിടിച്ചാലും മതി, ഉണങ്ങിയ ബ്രഷ് ഉണ്ടെങ്കിലേ. അപ്പോൾ ഈ അറ്റത്തുള്ള കാര്യം കൃത്യമായിട്ട് ഇവിടെ കിട്ടും. ഓക്കെ. ഇതാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ അത് വെയിറ്റ് ചെയ്ത് ഉണങ്ങിയിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത ലെയർ ചെയ്യാം. അപ്പോൾ അതിനകത്ത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സാപ്പ് ഗ്രീനാണ്. ഓക്കെ. സാപ്പ് ഗ്രീൻ ഉണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ കളറിൽ എപ്പോഴും ഒരു കളർ വേറെ കളർ മിക്സ് ചെയ്തായിരിക്കും എപ്പോഴും ചെയ്യുന്നത്. ഡയറക്റ്റ് ഒരു കളറിൻ്റെ അടുത്ത് വയ്ക്കത്തില്ല. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇനി ഇവിടെ എടുത്ത് ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഇതുപോലെ കാണാൻ പറ്റുമെന്ന് തോന്നില്ലേ. ഓക്കെ. വെച്ചിട്ട് അത് ശകലം ഗ്രീൻ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതിന് വെള്ളം കൂടുതൽ ചേർത്തിട്ടായിരിക്കും എടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൂടുതൽ എടുക്കും. ഓക്കെ. പിന്നെ അതിൻ്റെ കൂടെ ശകലം എല്ലാം കൂടെ ചേർത്ത് ഈ കളറുണ്ടാക്കി. ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് ബ്ലെൻഡിങ്ങിൻ്റെ. അപ്പോൾ നമുക്ക് ഒന്ന് 2 ബ്രഷ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ജസ്റ്റ് ഇപ്പം ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇങ്ങനെ ആക്കിയാണ്. ഇത് കണ്ട ഇങ്ങനെ ഈ മുകളിലെ മറ്റേ ആ ലെയർ അവിടെ കാണണം. ഏതാണ് യെല്ലോ അവിടെ കാണണം. ഞാനിങ്ങനെ ജസ്റ്റ് ഇതുപോലെ ചെയ്തു. ഓക്കെ. ഇവിടെ ഇങ്ങനെ ഈ അറ്റം വരെ ഇങ്ങനെ കൊണ്ടുവന്നു. ഉണങ്ങുന്ന മുമ്പേ തന്നെ മുകളിൽ ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്ത് ബ്രഷ് പിടിച്ചാൽ അറിയാമല്ലോ ആ കളർ തന്നെ വരും. അപ്പോൾ എന്ത് ചെയ്യാം, ബ്രഷ് എന്ത് ചെയ്യണം, ആദ്യം നമുക്കിത് വൃത്തിയായിട്ട് കഴുകുക. അത് കഴിഞ്ഞിട്ട് ബ്രഷ് ഒന്ന് തുടയ്ക്കുക. ഓക്കെ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മതി. കണ്ട, അപ്പോൾ ബ്ലെൻഡ് ആയിട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ അത് ബ്ലെൻഡ്. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ഒരു വേറെ എന്തെങ്കിലും മാങ്ങയോ അങ്ങനെ എന്ത് വരച്ചാലും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതില്ല. ഇനി അടുത്ത ലെയറിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും ഇത് വെയിറ്റ് ചെയ്യും, ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ഡാർക്ക്നെസ് കൂട്ടി വരുന്നത്. ഓക്കെ. അടുത്ത നമുക്ക് ഇതിനകത്ത് ഡാർക്ക് വീണ്ടും ഒന്നുകൂടെ കൂട്ടാം, ഒരു ലെയർ കൂടെ. അപ്പോൾ ലെയർ ഇങ്ങനെ മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു. അപ്പോൾ അടുത്ത ലെയർ കൂട്ടാം. അപ്പോൾ ഇതിനകത്ത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി. ഇതിനകത്ത് ഇവിടെ ഒരു ലൈൻസ് ഉണ്ടായിരുന്നു. ഈ ലൈൻസ് വരയ്ക്കാൻ വിട്ടുപോയി. ഓക്കെ. അതുകൊണ്ട് ഇവിടെ ഒരു ഡിസൈൻ കണ്ട ലൈൻസ് കൂട്ടി. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ, ആർലൈൻ്റെ ഡ്രോയിങ് പേനയാണ്. അപ്പോൾ ഇത് വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് വേറെ പ്രോബ്ലം ഒന്നും വരത്തില്ല. അതിൻ്റെ മുകളിൽ കൂടെ കളർ ചെയ്താൽ അത് പറയാൻ വിട്ടുപോയാണ്. ഓക്കെ. അപ്പോൾ ഈ പേന വെച്ചിട്ട് ജസ്റ്റ് ഞാൻ അതും കൂടെ ആ ഡിസൈനും കൂടെ ഒന്ന് വരയ്ക്കാം. ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ വേറെ ഒന്നുമില്ല. അത് സിമ്പിളായിട്ടുള്ള സാധനമാണ്. എന്നിട്ട് അതിൻ്റെ ചെറിയൊരു ഷെയ്ഡാണ്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഇത് സ്റ്റൈലൈസ്ഡ് മരമാണ്. അപ്പോൾ അതിനകത്ത് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇത് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇനി നമുക്കത് മിക്സ് ചെയ്യണം. ഞാൻ ബ്രഷ് എടുക്കുന്നു. ഈ വാട്ടർ എപ്പോഴും കാണാൻ വയ്യല്ലോ. ഓക്കെ. ബ്രഷ് എടുത്തിട്ട് ഇപ്പം ഞാൻ നേരത്തെ ഉപയോഗിച്ചത് മറ്റേ ആ സാപ്പ് ഗ്രീൻ തന്നെയാണ്. ആ സാപ്പ് ഗ്രീൻ തന്നെയാണ് ഞാൻ വീണ്ടും എടുക്കുന്നത്. സാപ്പ് ഗ്രീൻ എടുക്കുന്നു. ഓക്കെ. ഇവിടെ എടുത്ത് ഇങ്ങനെ ശകലം വയ്ക്കുന്നു. വെച്ചിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ നമ്മൾ ശകലം ബ്രൗൺ അല്ലേ ചേർത്ത്. അപ്പോൾ അതിനകത്ത് ശകലം ആ സാപ്പ് ഗ്രീൻ ഉണ്ടായിരുന്നു, ശകലം ബ്രൗൺ ഇവിടെ നിന്ന് എടുക്കുന്നു. ഓക്കെ. കാണാൻ പറ്റുമെന്ന് തോന്നുന്നു.
പിന്നെ അവിടെ നിന്ന് ശകലം ബ്രൗൺ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കും. ആ ശകലം കൂടെ ഡാർക്ക് ആക്കുന്നുണ്ട്. ആ പച്ച കണ്ട മാറുന്നുണ്ട്, വേറെ ടൈപ്പ് പച്ചയായില്ല. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ നേരത്തെ പോലെ തന്നെയാണ് ഇവിടെ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് അത് ശകലം കൂടെ ഉണങ്ങാണ്ടെന്ന് നോക്കാം. എന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നു. അപ്പോൾ ആ ലെയർ ഫുള്ള് കാണണം, കണ്ട ഇതിങ്ങനെ എടുക്കുന്നു. ഓക്കെ, ഇതിൽ കൂടെ ഗ്രീൻ കയറിക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ബ്രഷ് ഇങ്ങനെ തുടയ്ക്കുന്നു, അല്ല കഴുകുന്നു, എന്നിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നു. നേരത്തെ പോലെ തന്നെ ബ്രഷ് ഇങ്ങനെ തുടച്ചിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇതാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഗ്രീൻ കണ്ട ഒരു വൃത്തിയായിട്ട് ടൈപ്പ് ഗ്രീൻ കണ്ട. അപ്പോൾ ഈ ഗ്രീൻ എടുത്തിട്ട് ജസ്റ്റ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് ഞാൻ ജസ്റ്റ് ചെറുതായിട്ട് എടുക്കും. ആ ഗ്രീൻ എടുത്തിട്ട് അത് ഉണങ്ങുന്ന മുമ്പ് തന്നെ നമുക്കൊരു പണിയുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ശകലവും കൂടെ ചേർത്തിട്ട് ഏറ്റത് ഇതിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കാം. കണ്ട ഏറ്റത് അത് ഉണങ്ങുന്ന മുമ്പേ ചെയ്യണണ്ട. കാരണം നമ്മൾ വാട്ടർകളിലൊക്കെ പലതും ഉണങ്ങുന്ന മുമ്പാണ് ചെയ്യുന്നത്. കാരണം അത് എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. കാരണം ഇത് തുടക്കക്കാർക്ക് ഇത് ആദ്യം പറഞ്ഞു തന്നാൽ ചിലപ്പോൾ പലപ്പോഴും ബുദ്ധിമുട്ടാകും, പിരിന്നളവും. ഉണങ്ങാതെയൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ പിരിന്നളവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇത് പിന്നെ എൻ്റെ ഒരു ബേസിക് സാധനമായിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ചെറിയ സമയത്ത് ചെയ്താണ്. ഓക്കെ, ഇങ്ങനെയാണ് അത് വാട്ടർ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഏത് സാധനം ഒരു മാങ്കോ ആയാലും എന്തായാലും നമ്മൾ ഇതുപോലെ ആയിരിക്കും ബ്ലെൻഡ് ചെയ്യുന്നത്. വീണ്ടും ഡാർക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഡാർക്ക് കൂട്ടാം. കാരണം ഉണങ്ങിയിട്ട് ചെയ്യണം. ഉണങ്ങാതെ ചെയ്താലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പിരിന്നിളവും. ഈ സാധനം കണ്ട് പിന്നെ കുറച്ച് ചെയ്യുമ്പോൾ പിരിന്നിളവും. വാട്ടകളിൽ എപ്പോഴും പിന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റോക്ക് ആയിരിക്കും വരുന്നത്. ഓക്കെ ഓക്കെ, പിന്നെ നമുക്ക് വേറെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അഭിമുഖീകരിക്കുന്നത് നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു തുള്ളി ഇവിടെ എങ്ങാനും നമ്മൾ വാട്ടകളിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്തെങ്കിലും വീണുവെന്ന് വെച്ചു, ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു തുള്ളി വല്ലതും പെട്ടെന്ന് അങ്ങനെ വീഴുകയല്ലോ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പെട്ടെന്ന് അങ്ങ് ഡസ്റ്റ് ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇങ്ങനെ ഒപ്പിയും എടുത്ത് പെട്ടെന്ന് ആ സ്പോട്ടിൽ തന്നെ എടുക്കണം. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് വെള്ളമൊക്കെ തെറിക്കുന്നത് അതുപോലെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ.